കായംകുളം നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും റോഡ് കയ്യേറ്റവും പരിഹരിക്കുന്നതിന് നടപടികളുമായി നഗരസഭ അധികൃതർ. ട്രാഫിക് അഡ്വൈസറി യോഗത്തിലാണ് തീരുമാനം. കായംകുളം നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചു. കായംകുളം നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരിയുടെ അധ്യക്ഷതയിൽ കൗൺസിൽ ഹാളിൽ കൂടിയ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനമെടുത്തു. കായംകുളം മാർക്കറ്റിൽ വൈകിട്ട് 8 മണി മുതൽ രാവിലെ 8 മണിക്ക് മുമ്പായി ചരക്ക് വാഹനങ്ങൾ ലോഡുകൾ ഇറക്കി തിരികെ പോകണം. മാർക്കറ്റ് റോഡുകളിൽ കച്ചവട സ്ഥാപനങ്ങൾ പൊതുനിരത്തിൽ സാധന സാമഗ്രികൾ ഇറക്കി വയ്ക്കുന്നത് നിരോധിക്കുവാനും തീരുമാനിച്ചു. ട്രാഫിക് നിർദ്ദേശിക്കുന്ന റോഡിന്റെ ഒരു ഭാഗത്ത് മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സാധന സാമഗ്രികൾ ഇറക്കുവാനും കയറ്റുവാനും സാധിക്കുകയുള്ളൂ. കണ്ടെയ്നർ ലോറികൾ വ്യാപാര സ്ഥാപന ഉടമസ്ഥന്റെ പാർക്കിംഗ് സ്ഥലത്ത് കയറ്റി സാധനങ്ങൾ ഇറക്കണം. ഇപ്പോഴുള്ള വൺ വേ റോഡുകളിലും ടൗണിലെ പ്രധാന റോഡുകളിലും ട്രാഫിക് നിർദ്ദേശിക്കുന്ന ഒരു സൈഡിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നും യോഗം തീരുമാനിച്ചു. കാൽനട യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഫുട്പാത്തിലെ തടസ്സങ്ങളും പ്രധാന റോഡുകളിൽ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലെ ഫുട്പാത്ത് കച്ചവടവും ഒഴിവാക്കാൻ തീരുമാനിച്ചു. നഗരാതിർത്തി വരെയുള്ള KP റോഡിലെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് നിരോധിക്കുവാനും വഴിയോര കച്ചവടങ്ങൾ ഒഴിവാക്കാനും തീരുമാനിച്ചു. പാർക്ക് ജംഗ്ഷന് കിഴക്കുവശം റെയിൽവേ ജംഗ്ഷൻ, രണ്ടാംകുറ്റി ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, സിവിൽ സ്റ്റേഷൻ, എബനേസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകൾ സമഗ്രമായ ഗതാഗത സൗകര്യത്തിനു വേണ്ടി ക്രമീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. KP റോഡ് വഴി പോകുന്ന പരമാവധി ബസ്സുകൾ റെയിൽവേ ബസ് സ്റ്റാൻഡ് വഴി പോകുന്നതിനും ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് സമയം ക്രമീകരിച്ച് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനും ബസ് സ്റ്റാൻഡ് റോഡ് ഉൾപ്പെടെയുള്ള ഗതാഗത വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുവാനും യോഗം തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി വാഹനങ്ങൾക്ക് പ്രീപെയ്ഡ് ബൂത്ത് സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾ ആശുപത്രിക്ക് കിഴക്കുവശമുള്ള നഗരസഭ പാർക്കിംഗ് ഷെഡിലേക്ക് പാർക്ക് ചെയ്യുന്നതിന് അനുമതി നൽകി. 2 ആംബുലൻസുകൾ ഒരു സമയം ആശുപത്രിക്ക് കിഴക്കുവശം പാർക്ക് ചെയ്യുന്നതിനും ബാക്കിയുള്ളവ ടേൺ അനുസരിച്ച് വന്നുപോകുന്നതിനും യോഗം അനുമതി നൽകി. യോഗത്തിൽ പോലീസിന്റെ പ്രതിനിധികളായ DYSP ബിനുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ, ട്രാഫിക് SI ഹാരിസ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ സാജൻ, വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷാജൻ, ഡെപ്യൂട്ടി തഹസിൽദാർ അനൂപ്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ സന്തോഷ് കുമാർ, നഗരസഭയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് DU മുഹമ്മദ്, രാജേഷ് കമ്മത്ത്, ബിജു നസറുള്ള, നിസാം കാവിൽ, അനിത മുട്ടാണിക്കൽ, സോളമൻ റൊസാരിയോ, അബ്ദുൾ വാഹിദ്, മുബീർ ഓടനാട്, പ്രൈവറ്റ് ബസ് ഓണേഴ്സിനെ പ്രതിനിധീകരിച്ച് പാലമുറ്റത്ത് വിജയകുമാർ, KSRTC DTO രാജേഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷിബു, ABS എന്നിവർ പങ്കെടുത്തു. CDN ന്യൂസ് കായംകുളം.